Hello everyone, welcome to Photon IAS Academic Classes. So, നമ്മൾ ഒരു സീരീസിലായിരുന്നു ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി സീരീസ് ആൻഡ് വി വർ ഡിസ്കസിങ് ദ ടൈം ലൈൻ ഫോർ ക്വിക്ക്ലി റിവൈസിങ് ദി ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി. അതിൽ നമ്മൾ പാർട്ട് 1 വീഡിയോ കഴിഞ്ഞു. ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് വാച്ച്ഡ് ഇറ്റ്. സോ ദിസ് ഈസ് ദി പാർട്ട് ബി, ദ സെക്കൻഡ് ഫേസ് ഓഫ് അവർ ടൈം ലൈൻ. സോ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏൻഷ്യൻറ്റ് ഹിസ്റ്ററിയെ നമ്മൾ 3 ഫേസ് ആയിട്ട് തിരിച്ചിരുന്നു. IVC തൊട്ട് മൗര്യൻ എംപയറിൻ്റെ ഡിക്ലൈൻ വരെ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫേസ്. Now the second phase is here, that is the post Mauryan phase. മൗര്യൻ്റെ ഡിക്ലൈൻ, അതായത് ദ ലാസ്റ്റ് മൗര്യൻ റൂളർ ബൃഹദാർത്ഥ, അദ്ദേഹത്തിൻ്റെ ഡെത്തിന് ശേഷം പിന്നെ നോർത്ത് ഇന്ത്യയിൽ വരുന്ന ഒരു മേജർ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഗുപ്തയാണ്. അപ്പോൾ ആ ഗുപ്ത പീരീഡ് ബിഗിൻ ചെയ്യുന്ന ടൈം വരെ, സോ ദി എൻഡ് ഓഫ് ബൃഹദാർത്ഥ ടു ദി ബിഗിനിങ് ഓഫ് ഗുപ്ത, അതിനെ നമുക്ക് പോസ്റ്റ് മൗര്യൻ ഏജ് എന്ന് വിളിക്കാം. അപ്പോൾ മൗര്യൻ എംപയർ ഡീക്ലൈൻ ചെയ്യുന്നത് 200 BC യിലാണ്. ഓക്കെ, 200 BC യിൽ നമ്മുടെ ശുംഗ ഡൈനാസ്റ്റി, പുഷ്യാമിത്ര ശുംഗ, എ സ്ട്രോങ് ബ്രാഹ്മൺ വന്ന് ഈ ബൃഹദാർത്ഥ എന്ന് പറയുന്ന റൂളറിനെ കില്ല് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ കഥ, അല്ലേ? നൗ ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ് ത്രൂ ഔട്ട് ദ കൺട്രി ഇൻ ദി പോസ്റ്റ് മൗര്യൻ പീരീഡ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യ ആയിട്ട് പഠിക്കാം. ഓക്കെ, അതായത് ദ പോസ്റ്റ് മൗര്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയെ നമുക്ക് പിന്നെ നോർത്തേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് സദേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് പഠിക്കാം. കാരണം രണ്ട് സ്ഥലത്തും നടക്കുന്നത് രണ്ട് വ്യത്യസ്ത തരമായിട്ടുള്ള ഡൈനാസ്റ്റീസിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം സൗത്ത് ഇന്ത്യയിൽ ആഫ്റ്റർ മൗര്യൻ എന്താണ് നടന്നത് എന്ന് നോക്കാം. സോ നമുക്കറിയാവുന്ന ഈ ഡെക്കാൻ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഡെക്കാൻ എന്ന് പറയുന്നത് നമ്മുടെ മഹാരാഷ്ട്ര ആൻഡ് പാർട്സ് ഓഫ് ആന്ധ്രാപ്രദേശ്, അവിടെ വന്നൊരു ഡൈനാസ്റ്റി ആണ് സതവാഹനാസ്. ഇവിടെ സതവാഹനാസ് എന്ന് പറയുന്നൊരു എംപയർ ആണ്. നമ്മൾ പറയുന്ന ടൈം പീരീഡ് ശ്രദ്ധിക്കണം, 200 BC തൊട്ട് 300 AD പീരീഡാണ്. 300 AD എന്താ സംഭവിച്ചത്? ഗുപ്ത ബിഗിൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഉള്ള ടൈം പീരീഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെക്കാൻ ഏരിയയിൽ സതവാഹനാസ്, തമിഴ്നാട് ഏരിയയിൽ ഒരു ഡൈനാസ്റ്റി ഉണ്ട്, പാണ്ഡ്യാസ്. തമിഴ്നാട്ടിൽ പിന്നെയുണ്ട് ചെറിയൊരു ഡൈനാസ്റ്റി, ഏൻഷ്യൻ ചോളാസ്. അന്ന് അവർ വളരെ ചെറുതാണ്, ദേ ആർ നോട്ട് വെരി പ്രോമിനൻറ്റ്. പാണ്ഡ്യാസ് ആണ് ഈ ഒരു കാലയളവിൽ മോസ്റ്റ് ഡൊമിനൻറ്റ്. ഓക്കെ, സോ ദെൻ ദർ ആർ ചോളാസ്. കേരളത്തിൽ ചേരന്മാരുണ്ട്, ചേരാസ്, ചോളചേര, പാണ്ഡ്യ. ഇവരെ 3 പേരും കൂടി വിളിക്കുന്ന പേരാണ് നമ്മൾ മൂവേന്ദർ. തമിഴ് വാക്കാണ്, സംഘം ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കും. ഓക്കെ, മൂവേന്ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രാജാക്കന്മാർ എന്നാണ് പറയുന്നത്. അപ്പോൾ സതവാഹനാസ് ഉണ്ട്, പാണ്ഡ്യ, ചോള, ചേരാസ് ഉണ്ട്. ഇതിങ്ങനെ സൗത്ത് ഇന്ത്യയിൽ നടക്കുന്ന സമയം, ആ സമയത്ത് തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ കുറേ ഫോറിൻ ടീം വരുന്നുണ്ട്. ഓക്കെ, അവരാണ് ഇൻഡോ ഗ്രീക്സ്, ശാക, പാർത്യൻസ്, കുഷൻസ്. ഇങ്ങനെ 4 പുതിയ ടീം, ഇൻഡോ ഗ്രീക്സ്, ഷാക്കാസ്, പാർത്യൻസ് ആൻഡ് കുഷൻസ്. അപ്പോൾ ഇവരെല്ലാം കണ്ടംപററീസാണ്. നോർത്തിൽ ഇവർ വരുമ്പോൾ സൗത്തിൽ നമ്മുടെ ശതവാഹനാസും പാണ്ഡ്യാസും ഒക്കെ. സോ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, കുറച്ച് ബേസിക് ഐഡിയാസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഫസ്റ്റ് ഡിസ്കസ് അബൌട്ട് ശതവാഹനാസ്. ഓക്കെ, നമ്മുടെ ശതവാഹനാസ്. അപ്പോൾ ശതവാഹനൻ കിങ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാബ കല്യാണി എന്നൊക്കെ പറഞ്ഞ പോലെ, അതായത് അമ്മയുടെ പേരാണ് അവർ സെക്കൻഡ് നെയിമായിട്ട് വയ്ക്കുന്നത്. ഓക്കെ, അതിനെ നമ്മൾ മെട്രോണിമിക്സ് എന്നാണ് വിളിക്കുക. മെട്രോണിമിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ ഗൗതമി പുത്ര സതകർണി. ഓക്കെ, അതായത് ഗൗതമിയുടെ പുത്രനായിട്ടുള്ള സതകർണി, ഗൗതമി അമ്മയുടെ പേരാണ്. അപ്പോൾ മെട്രോണിമിക്സ് യൂസ് ചെയ്യുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ശതവാഹന. അവരെ ആന്ധ്രാസ് എന്ന് വിളിച്ചിരുന്നു. ഓക്കെ, കുറേ രാജാക്കന്മാരുണ്ട്, നമ്മുടെ സതകർണി ഉണ്ട്, സിമുഖ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഫൗണ്ടർ. സിമുഖ എന്ന് പറയുന്ന റൂളറാണ് ശതവാഹനയുടെ ഫൗണ്ടർ. പിന്നെ ഗൗതമി, ബാലശ്രീ എന്ന് പറയുന്നൊരു ലേഡിയുണ്ട്, സതകർണിയുണ്ട്, അങ്ങനെ കുറേ പേര്. ഓക്കെ, ഈ ശതവാഹനാസിനെ പറ്റി പറയുമ്പോൾ ഇവരാണ് ഈ ലാൻഡ് ഗ്രാൻഡ് ആദ്യമായിട്ട് തുടങ്ങുന്ന ടീം. ലാൻഡ് ഗ്രാൻഡ്സ്, ഇപ്പോൾ ഒരു ക്ഷേത്രം പണിയാനായി ബ്രാഹ്മണന്മാർക്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പർപ്പസിന് ഭൂമി വിട്ടുകൊടുക്കുന്ന പരിപാടി, അത് കൊണ്ടുവന്നത് ഈ ശതവാഹനാസാണ്. ഓക്കെ, പ്ലസ് ഇവരുടെ പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ലെഡ് കോയിൻസ് വന്നത്. ഓക്കെ, ലെഡ് കോയിൻസ് വന്നതും ഈ ശതവാഹന പീരീഡാണ്. അതാണ് ഒരു ബേസിക് ഐഡിയ. പിന്നെ ഇവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പഠിക്കുന്നത് 2 ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നാണ്, നാനാഘട്ടും നാഷിക്കും. നാനാഘട്ട് ഇൻസ്ക്രിപ്ഷൻ ആസ് വെൽ ആസ് നാഷിക് ഇൻസ്ക്രിപ്ഷൻ. ഈ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് നമുക്ക് ഇതെന്ന് പറയുന്നത് ഡെക്കാൻ ഏരിയ ആണല്ലോ, നമ്മുടെ മഹാരാഷ്ട്ര ഏരിയ. അപ്പോൾ അതാണ് ശതവാഹനാസ്. ചേരാസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ
ചേര സെങ്കുട്ടുവൻ എന്നൊക്കെ പറയുന്ന ചേര റൂളർ ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ എന്ന് പറയുക, ക്യാപിറ്റൽ പോർട്ട് സിറ്റീസ് ഉണ്ട്, നമ്മുടെ മുസിരിസ് അല്ലേ, നമ്മുടെ പിന്നെ എന്താ പറയുക കൊടുങ്ങല്ലൂർ, ഇവിടെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ മെയിൻ ഏരിയാസ് എന്ന് പറയപ്പെടുന്നത്. പിന്നെ ചോളാസ് ഉണ്ട്. ചോളാസ് എന്ന് പറയുന്നത് ഏൻഷ്യൻ ചോളാസ് അത്ര പവർഫുൾ അല്ല, മിഡീവൽ ചോളാസ് ആണ് ഒന്നും കൂടിയും പവർഫുൾ. ഓക്കെ, ഏൻഷ്യൻ ചോളാസിൽ കരികാല ചോളനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാം. ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പിന്നെ ആദ്യത്തെ ക്യാപിറ്റൽ പൂംപൂഹാർ അല്ലെങ്കിൽ കാവേരി പട്ടണം, പൂഹാർ അല്ലെങ്കിൽ കാവേരി പട്ടണം. ഓക്കെ, പിന്നീട് അത് ഉറയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഏൻഷ്യൻ ചോളാസ്, നോട്ട് ദാറ്റ് വെരി പ്രൊമിനൻറ്റ്. ഓക്കെ, പക്ഷേ ഈ പോസ്റ്റ് മൗര്യൻ ഏജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത് പാണ്ഡ്യൻസിനെയാണ്, പാണ്ഡ്യൻ ഡൈനാസ്റ്റി. അവരുടെ ക്യാപിറ്റൽ മധുരയിലായിരുന്നു. മധുരൈ മീനാക്ഷി ക്ഷേത്രമൊക്കെ നമുക്കറിയാം അല്ലേ, മധുരൈ. അപ്പോൾ ഇവരുടെ ക്യാപിറ്റൽ മധുരയിലായിരുന്നു. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റൂളർ വാസ് നെടുഞ്ചെളിയൻ എന്ന് പറയുന്ന ഒരു റൂളർ, നെടുഞ്ചെളിയൻ. പിന്നെ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാണ്ഡ്യൻ രാജാക്കന്മാർ എന്ത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഏരിയയിലുള്ള ഇമ്പോർട്ടൻറ്റ് സ്കോളേഴ്സിനെല്ലാം ഇരുത്തും ഒരു സ്ഥലത്ത്, എന്നിട്ട് അവരോട് ലിറ്ററേച്ചർ എഴുതാൻ പറയും തമിഴ് ലാംഗ്വേജിൽ. അങ്ങനെ അവർ 3 പ്രാവശ്യം ഇരുന്ന് കൂടി. ആ കൂടലിനെയാണ് സംഘം എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, 3 സംഘം. ഓക്കെ, ഈ ഓരോ സംഘം കഴിയുമ്പോഴത്തേനും ഒരു ലോട്ട് ഓഫ് ബുക്സ് റിലീസ് ചെയ്യും അവർ. ഓക്കെ, അവർ എഴുതി കൂട്ടിയ, ഈ കവികളെല്ലാവരും എഴുതി കൂട്ടിയ ബുക്സ് റിലീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ സംഘം ഏജ് വിച്ച് ഹാപ്പൻഡ് ഡ്യൂറിങ് ദ ടൈംസ് ഓഫ് പാണ്ഡ്യൻ റൂളേഴ്സ്. ഓക്കെ, അതാണ് നമ്മുടെ സംഘം ഏജ്. സോ ഈ സംഘം ഏജിലാണ് നമ്മൾ തിരുക്കൂറൽ, തിരുവള്ളുവർ എഴുതിയിട്ടുള്ള തമിഴ് വേദ എന്ന് പറയുന്ന തിരുക്കൂറൽ, പിന്നെ നമ്മൾ സിലപ്പതികാരം, മണിമേഖലൈ, പിന്നെ ഏതാണ് ഇങ്ങനത്തെ കുറച്ച് സംഘം ലിറ്ററേച്ചേഴ്സ് വരുന്നത്, എട്ടുത്തോകൈ, പത്തുപാട്ട്, അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. നമ്മൾ ആർ എസ് ശർമ്മ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പാണ്ഡ്യൻ കോർട്ടുകളിൽ നടന്നിരുന്ന പോയറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. 3 സ്ഥലത്താണ്, 3 ടൈം പീരീഡിൽ 3 സംഘം നടന്നു എന്നാണ് പറയപ്പെടുന്നത്. TKM എന്ന് ഓർത്താൽ മതി. തേൻ മധുരൈ, കാപ്പത്പുരം, മധുരൈ, TKM. ഓക്കെ, 3 സംഘം. ഓക്കെ, അതാണ് നമ്മുടെ പാണ്ഡ്യൻ സംഘം. അങ്ങനെ സൗത്തിൽ ശതവാഹനാസും പാണ്ഡ്യൻസും അങ്ങനെ ചോള ചേര രാജാക്കന്മാർ വാഴുന്ന കാലത്താണ് നോർത്ത് ഇന്ത്യയിൽ ഈ ഇൻവേഷൻസ് നടക്കുന്നത്. ഇൻഡോ ഗ്രീക്സ്, ഷാഗാസ്, പാർത്യൻസ്, കുഷൻസ്. അപ്പോൾ ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ടീം ആരാ? നമ്മൾ പറയുന്നത് പോസ്റ്റ് മൗര്യൻ പീരീഡാണ്. അപ്പോൾ മൗര്യനെ കൊന്ന ശുംഗാസ് അല്ലേ, ശുംഗാസ് ഭരിക്കുന്ന സമയത്താണ്. അപ്പോൾ ശുംഗാസിൽ നമ്മൾ ഇൻഡോ ഗ്രീക്സ് ഒക്കെ വരുന്ന സമയത്ത് റൂൾ ചെയ്യുന്ന രാജാവ് എന്ന് പറയുന്നത് ഭാഗഭദ്ര എന്ന് പറയുന്നൊരു റൂളറാണ്. ഭാഗഭദ്ര. ഇവർ വൈഷ്ണവീറ്റ്സ് ആണ്, മോർ ഓഫ് എ ഹിന്ദു റിലീജിയൻ ഫോളോവേഴ്സ് ആണ്. അപ്പോൾ ഇൻഡോ ഗ്രീക്സിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡിമെത്രിയസ് എന്ന് പറയുന്ന രാജാവാണ്. അതിനുശേഷം മൻഡിയാൽസിഡസ് വരുന്നു, അതിനുശേഷം മിനാൻഡർ വരുന്നു. ഇതിൽ അൻഡിയാൽസിഡസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അംബാസഡറിനെ നമ്മുടെ ശുംഗ ഭാഗഭദ്രയുടെ കോർട്ടിലേക്ക് അയക്കുന്നുണ്ട്. അയാളുടെ പേരാണ് ഹീലിയോഡോറസ്. ഒരു ഫോറിൻ സർവീസ് ഓഫീസർ എന്നൊക്കെ വേണേൽ വിളിക്കാം, ഹീലിയോഡോറസ്. ഈ ഹീലിയോഡോറസിനെ നമ്മുടെ അൻഡിയാൽസിഡസ് എങ്ങോട്ട് അയക്കുകയാണ്? ഭാഗഭദ്ര, ഒരു ഹിന്ദു റൂളറിൻ്റെ കോർട്ടിലേക്ക്. ഇപ്പം എന്ത് സംഭവിച്ചു? ഹീലിയോഡോറസ് ഗെറ്റ്സ് ഇൻസ്പയർഡ് ബൈ വൈഷ്ണവിസം. അങ്ങനെ മധ്യപ്രദേശിലെ ഭിൽസ അല്ലെങ്കിൽ ബസ്നഗർ എന്ന് പറയുന്ന, ഇപ്പോൾ വിദിഷ എന്നൊക്കെ പറയും, വിദിഷ, ഭിൽസ, ബസ്നഗർ, ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു ഹീലിയോഡോറസിൻ്റെ ഗരുഡ പില്ലർ, ഈ പില്ലറിൻ്റെ മുകളിൽ ഒരു ഗരുഡൻ്റെ പിക്ചർ ഒക്കെ ഉണ്ട്, ഒരു പക്ഷിയുടെ. ഓക്കെ, അത് ഇറക്റ്റ് ചെയ്യുന്ന ഒരു ചരിത്രം നമ്മൾ ഇതിൽ പഠിക്കും അൻഡിയാൽസിഡസിൻ്റെ സമയത്ത്. മിനാൻഡറിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് മിളിന്ദ പാൻഹോം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിലാണ്. മിളിന്ദ പാൻഹോം. മിനാൻഡറും നാഗസേന എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് സെയിൻറ്റും തമ്മിലുള്ള ഡിബേറ്റ് ആണ് മിളിന്ദ പാൻഹോം എന്ന് പറയുന്ന ടെക്സ്റ്റിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻഡോ ഗ്രീക്സിൻ്റെ കഥ. ഈ ഷാഗാസ് എന്ന് പറയുമ്പോൾ ഷാഗാസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രുദ്രദമൻ എന്ന് പറയുന്ന ഒരാളാണ്. രുദ്രദമൻ. ഈ ഷാഗാസ് സ്റ്റാർട്ട്സ് വിത്ത് എസ് അല്ലേ. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ എനിമീസ്, ഐ ഓൾറെഡി ടോൾഡ് യു, ദേ ആർ ലിവിങ് ഇൻ നോർത്ത് ഇന്ത്യ. അപ്പോൾ ഷാഗാസിൻ്റെ സമയത്ത് അവരുടെ കണ്ടംപററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്തിലെ ശതവാഹനാസ് ആണ്. അപ്പോൾ ശതവാഹനാസിൽ ഞാൻ പറഞ്ഞു ഗൗതമിപുത്ര സതകർണി അല്ലേ. അപ്പോൾ ഈ ഗൗതമിപുത്ര സതകർണിയോടും ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്തിരുന്ന റൂളേഴ്സാണ് ഈ ഷാഗാസ്. അപ്പോൾ എസ് വേഴ്സസ് എസ് എന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും, ശതവാഹനാസ് വേഴ്സസ് ഷാഗാസ്. ഓക്കെ, അപ്പോൾ ഷാഗയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളറാണ് രുദ്രദമൻ.
ഈ രുദ്രദമനെ പറ്റി നമുക്ക് എവിടുന്നാണ് ഡീറ്റെയിൽസ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു അശോകൻ്റെ മേജർ റോക്ക് എഡിക്ട്സ് ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഗുജറാത്തിലെ ഗിർനാർ അല്ലെങ്കിൽ ജുനാഗഡ് മേജർ റോക്ക് എഡിക്റ്റ്. ആ ഗിർനാർ റോക്ക് ഇൻസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്മുടെ രുദ്രദമനും കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? എനിക്ക് ഐ യൂസ് ടു ഫൈറ്റ് വിത്ത് ശതകർണീസ്, ദാറ്റ് ഈസ് ശതവാഹനാസ്, അല്ലേ? ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഈ രുദ്രദമൻ കൊണ്ടുപോയിട്ട് നമ്മുടെ ഗിർനാർ മേജർ റോക്ക് എഡിക്റ്റ് ഇൻസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ശാഖാസ്. ഓക്കെ, നൗ ടോക്കിംഗ് അബൌട്ട് പാർത്തിയൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ ഏകദേശം 1st സെഞ്ച്വറി AD എത്തിയിട്ടാ. 1st സെഞ്ച്വറി AD സമയത്താണ്. അപ്പോൾ ഏകദേശം ഒരു 52 AD എന്ന് പറയുന്നൊരു വർഷത്താണ് നമ്മുടെ സെൻറ്റ് തോമസ് വരുന്നുണ്ട് കേരളത്തിൽ, അല്ലേ? ക്രിസ്ത്യൻ മിഷണറി ആയിട്ടുള്ള സെൻറ്റ് തോമസ് വരുന്ന ഈ 52 AD ഒരു പാർത്തിയൻ റൂളർ ഉണ്ടായിരുന്നു, ഗോണ്ടോ ഫെർണസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത്രയും നമുക്ക് ഇതിൽ പാർത്തിയൻസിനെ പറ്റി പഠിക്കാനുള്ളൂ. പിന്നെ വരുന്നതാണ് കുഷൻസിൻ്റെ പ്രത്യേകത, അവർ ദേവപുത്ര എന്ന് പറയുന്ന ടൈറ്റിലൊക്കെ സ്വീകരിച്ചിരുന്ന ആൾക്കാരാണ് ഈ കുഷൻസ്. ഓക്കെ, ഈ കുഷൻസിൻ്റെ സമയത്ത് ഇഷ്ടം പോലെ ഗോൾഡ് കോയിൻസ് ഉണ്ടായിരുന്നു. പക്ഷേ the purity was very high. അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് കുഷൻസിന് ശേഷം വന്നവരാണ് ഗുപ്ത പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻസ്. പക്ഷെ കുഷൻ സമയത്ത് വന്ന ഗോൾഡ് കോയിൻസ് വർ മോർ പ്യുവർ ദാൻ ദി ഗുപ്താസ്. അപ്പോൾ ഈ കുഷൻസിൻ്റെ രാജാക്കന്മാരെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരാളാണ് കനിഷ്ക. ഓക്കെ, കെ അല്ലേ? കുഷൻസ് സ്റ്റാർട്ട്സ് വിത്ത് കെ. ദ കുഷൻ റൂളർ ഓൾസോ സ്റ്റാർട്ട്സ് വിത്ത് കെ, കനിഷ്ക. ആൻഡ് their place also starts with K, that is കാശ്മീർ. ഓക്കെ, സോ കനിഷ്ക രാജാവായിരുന്നു കുഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹിസ് റീജിയൻ വാസ് ഇൻ കാശ്മീർ. നമ്മുടെ 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ, 4 ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? പിന്നെ രാജ്ഗിർ, വൈശാലി, പാട്ടലിപുത്ര ആൻഡ് ദ ലാസ്റ്റ് വൺ കാശ്മീർ. ഈ 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ വാസ് പിന്നെന്താ പറയുക, അതിന് വേണ്ട ലോജിസ്റ്റിക്കൽ സപ്പോർട്ടും എല്ലാം കൊടുത്തത് കനിഷ്കയാണ്, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കാശ്മീരിൽ. കനിഷ്കയെ പറ്റി പഠിക്കുമ്പോൾ കനിഷ്കയെ പറ്റി ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കണം. ചരകൻ എന്ന് പറയുന്ന ഒരു ഏൻഷ്യൻ ഫിസിഷ്യൻ, ആയുർവേദ ഫിസിഷ്യൻ, ചരക സംഹിത എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അദ്ദേഹം ഈ കനിഷ്കയുടെ കോർട്ടിലുള്ള ഒരു ഫിസിഷ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കുഷൻ റൂളർ ആയിട്ടുള്ള കനിഷ്ക വന്ന വർഷമാണ് 78 AD. ദിസ് ഈസ് ദി ഇയർ വെൻ വിച്ച് കനിഷ്ക കംസ് ഇൻ ടു ദ ത്രോൺ. അവിടെ തൊട്ട് നമ്മളൊരു പുതിയ കലണ്ടറും ബിഗിൻ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ശാഖ ഇറ എന്ന് വിളിക്കുന്നത്. കുഷൻ ഇറ അല്ല കേട്ടോ, ശാഖ. ദോ വി ആർ ടോക്കിംഗ് അബൌട്ട് കുഷൻസ്, ശാഖ വേറെ ഉണ്ട്, രുദ്രദമനെ പറ്റി നമ്മൾ പറഞ്ഞു. പക്ഷെ കുഷൻ റൂളറായിട്ടുള്ള കനിഷ്ക വന്ന വർഷം, അത് തൊട്ടാണ് നമ്മൾ ശാഖ കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് ഒരു എക്സ്ട്രാ ആഡ് ഓൺ ഫാക്ട് എന്ന് പറയുന്നത് ഈ കുഷൻ റൂളറായിട്ടുള്ള കനിഷ്കയുടെ കോർട്ടിലായിരുന്നു നമ്മുടെ ഏൻഷ്യൻ ഫിസിഷ്യൻ ആയിട്ടുള്ള ചരക സംഹിത എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ചരകനും ഈ കുഷൻ കോർട്ടിലായിരുന്നു. കുഷൻ എംപയർ ഫൈനലി ഇങ്ങനെ ഡീക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 300 AD ആയപ്പോഴത്തേനും. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുഷൻസിനൊരു വാസൽസ് ഉണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫ്യൂഡേറ്ററീസ്, ഗവർണേഴ്സ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നത്, ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, ശ്രീ ഗുപ്ത എന്ന് പറയുന്ന ഒരാൾ, ഒരു ഫ്യൂഡേറ്ററി അല്ലെങ്കിൽ ഒരു ഗവർണർ എന്ത് ചെയ്തു, ഈ കുഷൻ എംപയർ ഡീക്ലൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ മോസ്റ്റ് ഓഫ് ദ നോർത്ത് ഇന്ത്യയെ കൺസോളിഡേറ്റ് ചെയ്ത് 300 AD ഒരു പുതിയ എംപയർ സ്റ്റാർട്ട് ചെയ്തു. അതിനെയാണ് നമ്മൾ ഗുപ്ത എംപയർ എന്ന് പറയുന്നത്. അതോടുകൂടി നമ്മുടെ phase 2 തീരുവാണ്. ഓക്കെ, അപ്പോൾ phase 2 എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഫാൾ ഓഫ് ദി മൗര്യൻ എംപയർ. നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ തുടങ്ങി ബിന്ദുസാര, അശോക ആൻഡ് ദ ലാസ്റ്റ് റൂളർ ബൃഹദാർത്ഥ, അല്ലേ? ബൃഹദാർത്ഥയെ ഡിഫീറ്റ് ചെയ്ത് ശുങ്കാസ് വരികയാണ്, അല്ലേ? നോർത്ത് ഇന്ത്യയിൽ ശുങ്കാസ്. ആ സമയത്ത് തന്നെ കുറേ ഇൻഡോ ഗ്രീക്ക്, ഷാഗാസ്, പാർത്തിയൻസ്, കുഷൻസ് ഓൾസോ അവിടെ പല ഏരിയാസിൽ അവരുടെ ക്യാപിറ്റലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സൗത്ത് ഇന്ത്യയിൽ സംഘം നടക്കുന്നുണ്ട്, സംഘം ലിറ്ററേച്ചർ നടക്കുന്നുണ്ട്, മൂവേന്ദേഴ്സ് ഉണ്ട്. ഡെക്കാനിൽ നമ്മുടെ സതവാഹനാസ് ഉണ്ട്. ഈ സതവാഹനാസ് നമുക്കറിയാം, ഈ സതവാഹനാസ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ലോട്ട് ഓഫ് ബുദ്ധിസ്റ്റ്. നമ്മുടെ അജന്ത കേവ്സ് ഒക്കെ ഇല്ലേ, അജന്ത കേവ്സ്, ഈ സതവാഹനാസ് ആണ് നമ്മുടെ അജന്ത കേവ്സിലെ ഫസ്റ്റ് ഫേസിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ സതവാഹനാസിനെ റീപ്ലേസ് ചെയ്യുന്നത് ഇക്ഷ്വാക്കു എന്ന് പറയുന്നൊരു ഡൈനാസ്റ്റിയാണ് പിന്നീട് ശതവാഹനേനെ ഈ ഡെക്കാനിൽ റീപ്ലേസ് ചെയ്യുന്നത്, അതായത് ആന്ധ്ര റീജിയനിൽ. ഓക്കെ, പിന്നീട് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഗുപ്ത ഏജിൽ വരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് വകടക. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നോർത്ത് സൗത്ത് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് മൗര്യൻ ഏജിനെ പഠിക്കേണ്ടത്. ആൻഡ് ഈ നോർത്തും സൗത്തും നമ്മളുടെ കണക്ഷൻ എന്ന് പറയുന്നത് എസ് വേഴ്സസ് എസ് ആണ്. ശാഖാസ് വേഴ്സസ് ശതവാഹനാസ് ആണ്.
So this is about the phase 2. Now we will discuss ancient history in the third phase, that is from the beginning of Gupta to the end of Harshavardhana. So for that, watch the next video. Thank you for watching.